ഞാനേ മമ്മൂട്ടിയുടെ ആയിട്ടുള്ള നീ മറുതയോട് ആരെങ്കിലും ഒന്ന് പറയോ? നല്ല ചൂടുള്ള ഹൈദരാബാദി ബിരിയാണി മുന്നിൽ കിട്ടിയ എങ്ങനെ അത് ഒഴിവാക്കുക? അറിയാതെ കഴിച്ചു പോകും. ഞാൻ രാത്രി ഏകദേശം 11 മണിക്ക് ഹൈദരാബാദ് എത്തുന്നത്. നേരെ പോയത് ഷാഗൂഷ് എന്ന് പറഞ്ഞ ഈ റെസ്റ്റോറൻറ്റിലേക്കാണ്. രാത്രി പാർസലൊക്കെ ആയിട്ടും ബിരിയാണി തകൃതിയായി സെയിൽ ചെയ്തുകൊണ്ട് നിൽക്കുകയാണ് അവിടെ. നമ്മളൊരു പഴയ ലിഫ്റ്റൊക്കെ എടുത്ത് ഡൈനിങ് സ്പേസിലേക്ക് പോയി. ഒച്ചപ്പാടും ബഹളും വൃത്തികമ്മിയൊക്കെ ഉള്ള ഒരു കെയോട്ടിക് പ്ലേസ്. മെനുവിൽ ഒരുപാട് സാധനം ഉണ്ടെങ്കിലും നമ്മുടെ മൈൻഡിൽ ഓൾറെഡി ഉണ്ട് ദ കിങ് ഓഫ് ബിരിയാണീസ് എന്നറിയപ്പെടുന്ന ഹൈദരാബാദി ബിരിയാണി. ചിക്കനിലും മട്ടനിലും ഉണ്ട്. നമ്മൾ മട്ടനിലെ സ്പെഷ്യൽ ബിരിയാണി ഓർഡർ ചെയ്ത്. സ്പെഷ്യൽ എന്ന് പറഞ്ഞാൽ അതിൽ പീസ് കൂടുതലുണ്ടാവും എന്നർത്ഥം. മട്ടൻ ബിരിയാണിയിൽ കാര്യമായിട്ട് പീസൊന്നുമില്ല, ഉള്ളത് എല്ലാം ആയതുകൊണ്ട് തന്നെ നമ്മൾ സ്പെഷ്യൽ ഒരു ചിക്കനും മേടിച്ചായിരുന്നു. ഹൈദരാബാദ് സിറ്റിയിൽ ഫേമസ് ആയ വേറെയും ഒരുപാട് ബിരിയാണികൾ ഉണ്ടെങ്കിലും ഷാഗൂഷിലെ മട്ടൻ ബിരിയാണി വളരെ ഫേമസ് ആണ്. അങ്ങനെ ഫേമസ് ആയ പലരും ഉണ്ടാവും, പക്ഷേ ടേസ്റ്റ് ഉണ്ടോ ഇല്ല എന്നുള്ളത് എൻ്റെ ഒരു അഭിപ്രായം ഞാൻ പറയാം. ഇവിടുത്തെ റൈസാണ് കിങ്. മീറ്റിൽ വലിയ കാര്യമൊന്നുമില്ല എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. ഇവിടുത്തെ റൈസ് കറക്റ്റ് കുക്കാണ്. അതിൽ കറക്റ്റായിട്ട് നമുക്ക് കാരമലൈസ്ഡ് ഓണിയൻ്റെയും മസാലേൻ്റെ ഒക്കെ ഒരു ഇൻഫ്ലുവൻസ് ഉണ്ട്. എന്നാൽ മീറ്റിൻ്റെ ഒരു ക്വാളിറ്റിയോ അല്ലെങ്കിൽ മീറ്റിൻ്റെ ഇൻഫ്ലുവൻസോ റൈസിൽ കാണാൻ പറ്റുന്നില്ല. ഹൈദരാബാദിൽ എവിടെ പോയി കഴിഞ്ഞാലും രാത്രി ആയാലും ചായയും കടികൾ കിട്ടും, നിങ്ങൾക്കറിയാമല്ലേ, എവിടെയുണ്ട്. പോരാതിന് ഇവരുടെ ഫേമസ് ആയ ഷവർമ ഇവിടെ അവൈലബിൾ ആണ്. നെക്സ്റ്റ് ടൈം പോകുമ്പോൾ ഞാൻ ഷവർമ ട്രൈ ചെയ്യേണ്ടതെന്ന് പറഞ്ഞുകൊണ്ട് ബൈ ഫ്രം ആഹാരം.